എൻ്റെ കാര്യം മാത്രം ഞാൻ മാറ്റി വെച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇല്ലേ, നോക്കേണ്ട കാര്യം നോക്കണ്ടേ? അല്ലാതെ നമ്മളവിടെ പുറകെ ഒച്ച അങ്ങ് എടുത്ത് ബഹളം വെച്ച് പുള്ളി ആ ചായയും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് പുള്ളിയുടെ മൂടും കളഞ്ഞ് ഭക്ഷണവും കഴിക്കാതെ. 2 മാസം ആയിട്ടുള്ളൂ എൻ്റെ വാപ്പ മരിച്ചിട്ട്. വാപ്പ നല്ല മദ്യപിക്കുമായിരുന്നു. 8 വർഷമായിട്ട് അതിനെ തുടർന്നിട്ട് അസുഖം ഉണ്ടായതാ. ദുഃഖിച്ചിരിക്കാൻ പറ്റുമോ? വിഷമമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ നഷ്ടം എൻ്റെ അച്ഛൻ. മദ്യപാനം കാരണം മരിക്കുന്ന ഒരുപാട് പേരില്ലേ? അല്ലാതെ മരിക്കുന്ന ആൾക്കാരില്ല. ഞാൻ പറയട്ടെ, ഒരു മദ്യം കുടിക്കാതെ, ഒരു സിഗരറ്റ് വലിക്കാതെ, ഒരു ചായ പാലും കുടിക്കാതെ 30 വയസ്സ് 35 വയസ്സ് മരിക്കുന്ന ആൾക്കാരെ കുറിച്ച് കൊച്ചിന് എന്താ അഭിപ്രായം? ഉറപ്പായിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ എന്തിനും ഞാൻ പറയട്ടെ, മദ്യം എന്ന് പറയുന്ന ടോപ്പിക് അല്ല നമുക്കോട് വേണ്ടത്. മദ്യത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ എൻ്റെ ഒരു നിലപാട് പറഞ്ഞതാണ്. അല്ലാണ്ട് മദ്യം പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്കൊക്കെ വെറുപ്പാണ്, കുടുംബം കലക്കുന്നത് മദ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ലേഡീസായ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങിയിട്ട് മദ്യം നിർത്തലാക്കുക. പറ്റുമോ? നടക്കില്ല. അപ്പൊ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് മദ്യത്തെ പോലെ തന്നെ വേറെ അപകടമുണ്ട്. നമ്മൾ ഈ എന്തുമാത്രം ജങ്ക് ഫുഡും ഈ തട്ടുകടയും ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ഇതിനൊന്നും വിഷമില്ലേ? എന്തേ? അതൊന്നും കുഴപ്പമില്ലല്ലേ? ഈ മദ്യത്തെ ആര് പറഞ്ഞു ഇല്ലെന്ന്? മദ്യത്തിനേക്കാളും ഇരട്ടി സാധനങ്ങൾ ചേർക്കുന്നുണ്ടാവും. ഉണ്ടാവാം. ഞാൻ പറഞ്ഞ ഇതൊന്നും അല്ല കാര്യം. മദ്യപാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മുടെ കുടുംബം, ഒരു പുരുഷൻ, ഞാൻ പറയട്ടെ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ മോളുടെ അച്ഛനോ ആരാണ് ആവട്ടെ, ജോലി കഴിഞ്ഞ് അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞൊന്ന് ചിന്തിക്കാറുണ്ടോ? ഞാൻ ചിന്തിക്കാറുണ്ട്. നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ തീരാൻ നമുക്ക് 2 അടിച്ചാലോ? ഈ പ്രായത്തിൽ ഞാനും അടിക്കട്ടെ. അതിനെന്താ കുഴപ്പം? എന്താ സ്ത്രീകൾക്ക് അടിക്കുക? ആരടിക്കാത്തുള്ളത്? ഇതൊന്നും കുടിച്ചോണ്ടല്ല മാറുന്നൊന്നും അല്ലല്ലോ ഈ പറയണത്. അല്ല, അപ്പൊ എന്തിനാ മാറും? അത് ഞാൻ പറയട്ടെ, മാറാൻ വേണ്ടിട്ടല്ലോ. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നെന്താണ്, ഒരു പുരുഷൻ രാവിലെ ജോലിക്ക് പോകുന്നു ഇല്ലേ? രാവിലത്തെ ഒരു ദിനചര്യ ഞാൻ എടുത്തുതരാം. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബം നന്നാക്കുന്ന സ്ത്രീകൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ കുറച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുരുഷന്മാരെക്കാളും കുറച്ച് താഴെ നിന്ന് വെച്ചാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ. ഞാൻ എൻ്റെ വീട് നോക്കുന്ന ഒരാളെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എൻ്റെ വീട് ഞാനാണ് നോക്കുന്നത്. രാവിലെ എഴുന്നേക്കണം. എൻ്റെ മോള് കല്യാണം കഴിച്ചതാണോ? എന്നാ ഞാൻ കല്യാണം കഴിച്ച ഒരാളാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കാര്യം നോക്കണം. ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുടെയും കാര്യം നോക്കണം. എൻ്റെ കാര്യം മാത്രം ഞാൻ മാറ്റി വെച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇല്ലേ, നോക്കേണ്ട കാര്യം നോക്കണ്ടേ? പട്ടിയോ പോയി അതുവരെ നോക്കണ്ടേ? നോക്കണം. അതാണ് ഒരു സ്ത്രീ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് എന്നെ പഠിപ്പിച്ച രീതി അതായതുകൊണ്ട് ഞാൻ അതൊക്കെ രീതിയിലാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലുണ്ടായ കാര്യമാണ് പറയണത്. നമ്മൾ ജോലി ചെയ്തതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അദ്ദേഹം ഉറക്കൊക്കെ എഴുന്നേറ്റ് വരുന്നു, ഭർത്താവ് എഴുന്നേറ്റ് വരുന്നു. വരുമ്പോൾ പറയുന്നു, വന്നു കയറിയ ഇതൊന്നും നോക്കത്തില്ല, ഒരു ചായ തന്നെ എന്ന് പറയുള്ളൂ അല്ലേ? ചായ എടുത്ത് കൊടുത്തു. നമ്മൾ തിരക്കിൽ കൊണ്ടി വേഗം കൊണ്ട് ചായ കൊടുത്തു. ചായ കൊടുത്തു കഴിയുമ്പോൾ ഗ്രാജുവലി ചിലപ്പോൾ ചായ എടുത്ത് മധുരം കൂടിയിട്ടുണ്ടാവും. പുള്ളി എന്ത് ചെയ്യും? കുടിച്ച് കണ്ടാ എന്തുമാത്രം മധുരം അടി നീ എനിക്ക് ഇട്ട് വന്നിരിക്കണം, ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കണേ എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ചൂടായി നിൽക്കുക. തിരിച്ച് നമ്മൾ സ്ത്രീകൾ എന്താ പറയാ? മോളാണ് എന്ത് പറയും? ഒന്ന് തിരിച്ച് ചൂടാവില്ലേ? ഉറപ്പായിട്ട് ചൂടാവും. എന്താ ചൂടായത്? എന്താ ചൂടാവാൻ കാരണം? നമ്മൾ പറയണത്, ഞാനേ രാവിലെ എഴുന്നേറ്റതാ, മോനെ വിടാനുണ്ട്, നിങ്ങൾ അച്ഛനും അമ്മയും നോക്കണം, നിങ്ങളുടെ അച്ഛനും അമ്മയും നോക്കണം. തെറ്റ്, കട്ട് ചെയ്യൂ. അത് നിങ്ങളുടെ അല്ല. ഇങ്ങനെയുള്ള വാക്കുകളേ സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്താ പറയേണ്ടത്? ഇത്രയും പറഞ്ഞാൽ മതി അദ്ദേഹത്തിനോട്. ഞാൻ തിരക്കായിരുന്നു, ഇച്ചിരി മധുരം കൂടി പോയി, ഞാൻ ഇപ്പൊ പുതിയത് ഇട്ടുകൊണ്ട് വരാം, ഇത് ഞാൻ കുടിച്ചോളാം. ഞാൻ പറയട്ടെ, ഒരു ചെറിയ കാര്യമാണ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ആ പ്രസന്റേഷൻ രീതി ഉണ്ടല്ലോ, പുള്ളി അപ്പൊ എന്താ പറയാന്നറിയോ? കുഴപ്പമില്ലടി, ഇന്നത്തെ അല്ലേ, സാരമില്ല, തിരക്കായതുകൊണ്ടല്ലേ എന്ന് നമ്മളാ പറയിപ്പിക്കുന്നത്. അല്ലാതെ നമ്മളവിടെ പുറകെ ഒച്ച അങ്ങ് എടുത്ത് ബഹളം വെച്ച് പുള്ളി ആ ചായയും വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് പുള്ളിയുടെ മൂടും കളഞ്ഞ് ഭക്ഷണവും കഴിക്കാതെ പുള്ളി ഇറങ്ങി പോവുകയും ചെയ്യും. എന്താവും അവിടെ അവസ്ഥ? ഇതൊരു കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വേണമെങ്കിൽ കേൾക്കാം. ജീവിതത്തിൽ നിന്ന് എൻ്റെ നിലപാടുകളാണ് ഇതൊക്കെ. ഇതൊന്നും തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കുടുംബം. ചേച്ചിയുടെ എല്ലാ നിലപാടിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞ മദ്യപാനം എന്ന് പറയുന്ന ആ സാധനത്തിനോട് ഞാൻ തീരെ എനിക്കൊരു നിർബന്ധമില്ല യോജിക്കണമെന്ന്. ഇല്ല ചേച്ചി, ഞാൻ മകൾ എന്ന രീതിക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചേച്ചിക്ക് അത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. കാര്യം 2 മാസം ആയിട്ടുള്ളൂ എൻ്റെ വാപ്പ മരിച്ചിട്ട്. വാപ്പ നല്ല മദ്യപിക്കുമായിരുന്നു. 8 വർഷമായിട്ട് അതിനെ തുടർന്നിട്ട് അസുഖം ഉണ്ടായതാ. അപ്പോ അത് കാരണമാണ് വാപ്പ ഇപ്പൊ ഇല്ലാത്തത്. മനസ്സിലായോ? അപ്പോ 21 വയസ്സ് എന്നൊരു മകൾക്ക് അതെനിക്ക് പറഞ്ഞത് എനിക്ക് മോളെ വിഷമം മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം ചേച്ചിയൊരു കാര്യം ചിന്തിക്കണം.
ചേച്ചിയുടെ മക്കള് ചെറുതല്ലേ അല്ലെങ്കിൽ വലുതായിരിക്കും, ആ മക്കൾക്ക് ഒരു അച്ഛനില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഈ മദ്യപാനം കാരണം അച്ഛനില്ലാത്തൊരു അവസ്ഥ വരുന്നത് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ മോളെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട്, എന്റെ അറിവിലുണ്ട്. മദ്യപാനം കൊണ്ട് ജീവിതം മുൻപേ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് മക്കളെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ മദ്യപാനത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ. മദ്യപിച്ചോട്ടെ, അങ്ങനെ അസുഖം വന്നോട്ടെ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. സങ്കടം നമുക്കുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ മദ്യപിച്ച് മരിച്ച ആൾക്കാരെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മദ്യപാനം സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരിക്കലും ഞാൻ പറഞ്ഞ കുടിക്കുന്ന ആൾക്കാരെ നമുക്ക് തല്ലിയോ ബഹളം കൂട്ടിയോ നിർത്തലാക്കാൻ സാധിക്കില്ല. ചേച്ചി പറയുന്ന പോലെ ഭയങ്കര മദ്യപാനി അല്ലായിരുന്നു എന്റെ വാപ്പയും. സ്ട്രെസ് വരുമ്പോ അല്ലെങ്കിൽ വിഷമം വരുമ്പോ 2 എണ്ണം അടിക്കുന്ന, ചേച്ചി പറയുന്ന പോലെ അടിക്കട്ടെ, 2 എണ്ണം അടിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിനെ തുടർന്ന് അസുഖം വരുന്നോ ഇങ്ങനെ ആവുന്നോ നമ്മളും ചിന്തിക്കുന്നില്ല. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു തന്നില്ലേ, ഇതൊന്നും ചെയ്യാത്താണ്. ഇനി എക്സാമ്പിൾ ഒരാളുടെ പേര് ഞാൻ പറയാം, എന്റെ മനസ്സിൽ ഇപ്പോഴും വിഷമമാണ് എനിക്ക്. നവാസ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നവാസ്, ഒരു തുള്ളി വെള്ളം അടിക്കുവോ? എനിക്ക് പേഴ്സണലി അറിയാം. രഹനന്റെ കുഞ്ഞനിയത്തിയ. ഞാൻ പേഴ്സണലി നവാസിനെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ഒരു തുള്ളി അടിക്കാതെ ഇത്ര പെട്ടെന്ന് മരിച്ചുപോയി. 3 കുഞ്ഞുങ്ങൾ അവിടെ ഇരിക്കുക. സങ്കടം ഉണ്ടാവില്ലേ നമുക്ക്? അപ്പൊ മദ്യപാനം കൊണ്ട് മരിക്കാത്തതുണ്ട്. അങ്ങനെയും നമ്മൾ ചിന്തിക്കണം. മദ്യപാനത്തിന് മരിക്കുന്നവരുണ്ട്. മോൾക്ക് അത്രയും വിഷമം ഉണ്ടാവും. കാരണം മദ്യപിച്ചിട്ട് ഇങ്ങനെ അസുഖം വന്നു മരിച്ചു. ശരി, ഞാൻ 4 വയസ്സിൽ അച്ഛൻ മരിച്ചു പോയ ഒരാളാണ് ഞാൻ. മദ്യപാനം ഒന്നും അല്ലായിരുന്നു. അച്ഛന് അറ്റാക്കാ വന്നത്. അറ്റാക്ക് വരുന്നത് മദ്യപാനം കൊണ്ടാണോ? അപ്പൊ അങ്ങനെ നമുക്ക് വിഷമങ്ങളുണ്ട്. നമ്മൾ ആ വിഷമങ്ങളൊക്കെ അതിജീവിച്ച് ജീവിച്ചേ നമുക്ക് പറ്റൂ, അല്ലേ? മരിച്ചു പോകും. നമ്മൾ എന്ത് ചെയ്യും? മോൾക്ക് ഇത്ര വയസ്സ് വരെ അച്ഛനില്ലേ? 4 വയസ്സിൽ പോയ ഒരാളല്ലേ? ദുഃഖിച്ചിരിക്കാൻ പറ്റുമോ? വിഷമമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ നഷ്ടം എൻ്റെ അച്ഛനാണ്. എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനുണ്ട്. ഞാൻ ആ അച്ഛനെ എൻ്റെ അച്ഛനെ പോലെ സ്നേഹിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയെന്നല്ല, എൻ്റെ അച്ഛനും അമ്മയാണ് അവരെ നോക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ അത് നോക്കുകയും ചെയ്യും. മരിക്കുന്നിടത്തോളം ഞാൻ നോക്കും. എനിക്ക് എഴുന്നേറ്റ് നടക്കാവുന്ന അവരൊക്കെ ഞാൻ നോക്കും. എനിക്കുണ്ട്. ഞാൻ പറഞ്ഞില്ല, മോള് വിഷമിക്കുമ്പോൾ 4 വയസ്സിൽ തീർന്ന എനിക്കാണോ മോൾക്കാണോ വിഷമം കൂടുക? ഇത്രയും വയസ്സ് വരെ മോളുടെ കൂടെ ഇല്ലേ? എനിക്ക് 4 വയസ്സിൽ അച്ഛ തിരിച്ചറിയുന്ന സമയമായപ്പോൾ പോയതല്ലേ. വിഷമമുണ്ട്. പക്ഷെ മദ്യപാനം ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല. ഞാൻ കഴിക്കുന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ. കഴിക്കാത്തവരെ ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്തിനാ? അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട. എത്രയോ പേര്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ ഞാൻ വെള്ളമടിക്കുവോ ഒന്നിനും ഞാൻ നിൽക്കുന്ന ആളല്ല. എനിക്കിഷ്ടമല്ല. കഴിച്ചിട്ടുമില്ല, കഴിക്കൂല. എത്ര നിർബന്ധിച്ചാലും ഞാൻ ചെയ്യില്ല. അതൊക്കെ ഓരോരുത്തരുടെ നിലപാടായിട്ട് പോണതല്ലേ. പോട്ടെ. ഞാൻ ടിഷ്യൂ ഒന്ന് എടുത്തു തരാമോ? ഞാൻ നീ അറിയുന്നു പ്രതീക്ഷിച്ചില്ല.